വെൽക്കം ടു എയ്സ് ആപ്പ്. എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ രാജ്യം അനുദിനം വ്യാവസായികമായിട്ടുള്ള പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലായിട്ട് പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്ര അധികാര പദവി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഒരു പ്രത്യേക അധികാര പദവിയാണ് മഹാരത്ന പദവി. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനം, ആ സ്ഥാപനത്തിന് വളർച്ച പുരോഗതിക്ക് അടിസ്ഥാനമാക്കിയിട്ട് സ്വാഭാവികമായിട്ടും സർക്കാർ 3 പദവികൾ കൊടുക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണിത് മഹാരത്ന പദവി. ഏതാ പറഞ്ഞത്? മഹാരത്ന പദവി. അതിന് തൊട്ട് താഴെയുള്ള പദവിയാണിത് നവരത്ന പദവി. ഏത് പദവിയാണ്? നവരത്ന പദവി. ആദ്യമായി നൽകുന്ന പദവിയാണ് മിനിരത്ന പദവി. അതായത് ആദ്യം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വളർച്ച ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്ന പദവിയാണിത് മിനിരത്ന പദവി. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വ്യാവസായികമായിട്ടുള്ള വളർച്ച ആ സ്ഥാപനം കൈവരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്ന മറ്റൊരു പദവിയാണിത് നവരത്ന പദവി. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നൽകുന്ന മറ്റൊരു പദവിയാണിത് ഏത്? മഹാരത്ന പദവി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടും മഹാരത്ന പദവി ലഭിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, ഏറ്റവും വലിയ വ്യാവസായികമായിട്ടുള്ള വളർച്ച കൈവരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഗവൺമെൻറ് മഹാരത്ന പദവി കൊടുക്കാറുള്ളത്. അതിൽ നമ്മുടെ രാജ്യത്ത് മഹാരത്ന പദവി ലഭിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം 3 വർഷത്തിനുള്ളിൽ 25,000 കോടിയുടെ വിറ്റുവരവുണ്ടായിരിക്കണം. എത്ര പറഞ്ഞ്? 3 വർഷത്തിനുള്ളിൽ 25,000 കോടിയുടെ വിറ്റുവരവുണ്ടായിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ 25,000 കോടിയുടെ വിറ്റുവരവ് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 5,000 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതായത് ആ സ്ഥാപനത്തിന് 5,000 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ആ സ്ഥാപനത്തിന് 15,000 കോടിയുടെ അസറ്റ് വാല്യൂ, ആ സ്ഥാപനത്തിന് സ്വന്തമായിട്ട് തന്നെ, ആ പൊതുമേഖലാ സ്ഥാപനത്തിന് സ്വന്തമായിട്ട് തന്നെ 15,000 കോടിയുടെ അസറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് നിലവിൽ നവരത്ന പദവി ലഭിച്ചിരിക്കണം. അപ്പോൾ നിലവിൽ നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾക്കാണ് എന്ത് കൊടുക്കാറുള്ളത്? മഹാരത്ന പദവി കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മഹാരത്ന പദവി ലഭിക്കാനുള്ള 4 മാനദണ്ഡങ്ങളുണ്ട്. ആ 4 മാനദണ്ഡങ്ങളിൽ ആദ്യത്തെ മാനദണ്ഡമാണ് 3 വർഷത്തിനുള്ളിൽ 25,000 കോടിയുടെ വാർഷിക വിറ്റുവരവുണ്ടായിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡം 5,000 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ മാനദണ്ഡം 15,000 കോടിയുടെ അസറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. നാലാമത്തെ മാനദണ്ഡം നിലവിൽ ആ സ്ഥാപനം നവരത്ന പദവി ലഭിച്ചിരിക്കണം. അങ്ങനെയാണ് ഈ 4 മാനദണ്ഡങ്ങളും കൂട്ടിച്ചേർത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിന് എന്ത് കൊടുക്കാറുള്ളത്? മഹാരത്ന പദവി കൊടുക്കാറുള്ളത്. അപ്പോൾ പരീക്ഷ ചോദിക്കും, താഴെ പറയുന്നതിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മഹാരത്ന പദവി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കും. അപ്പോൾ ഈ 4 മാനദണ്ഡമാണ് മഹാരത്ന പദവി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ. അതുപോലെ ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞു മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങളുടെ എണ്ണം ഇപ്പോൾ നിലവിൽ 14 സ്ഥാപനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മഹാരത്ന പദവി കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണിത് ONGC. ഏതാ പറഞ്ഞത്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ONGC സ്വാഭാവികമായിട്ടും 1956 ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്നത്. അപ്പോൾ രാജ്യത്ത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1956 ആ ONGCൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സോടെ അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ONGCയുടെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നവിടെ പറഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. അപ്പോൾ മഹാരത്ന പദവി ലഭിച്ച ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. രൂപീകരിക്കപ്പെട്ട വർഷം 1956. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ബെല്ല്. 1964 നമ്മൾ കേട്ടിട്ടില്ല ബെല്ല്. 1964 ഡൽഹി ആസ്ഥാനമായിട്ട് രൂപം നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ്. ഏതാ പറഞ്ഞത്? ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ്. ആ ബെല്ല് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1964. അതും ഒരു മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണിത് കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതേ കൽക്കരി ഉൽപ്പാദനം.
അപ്പോൾ മഹാർണ ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. എന്ന് പറഞ്ഞേ കോൾ ഇന്ത്യ ലിമിറ്റഡ്. ആ കോൾ ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1975. അപ്പോൾ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1975 ആ സി എല്ലിൻ്റെ ആസ്ഥാനയുടെ കൊൽക്കത്തയിലാണ് കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മഹാരത്ന പദവി ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 1954 ഡൽഹി ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട വർഷം 1954. അത് കഴിഞ്ഞാൽ മഹാരത്ന പദവിയിലിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ BPCL ഇന്ത്യ രാജ്യത്ത് മുംബൈ ആസ്ഥാനമായിട്ട് 1976 രൂപീകരിച്ചത്. അപ്പോൾ BPCL ഏത് പദവിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അത് മഹാരത്ന പദവിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ അത് മുംബൈയിലാണെങ്കിൽ അത് ഒഫീഷ്യലായി നിലവിൽ വന്ന വർഷം 1976. പിന്നെ മഹാരത്ന പദവി ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1952. ആ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോടെ അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ HPCLലും ഇപ്പോൾ ഗവൺമെൻറ് എന്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി? മഹാരത്ന പദവിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1989. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോടെ ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അത് ഗവൺമെൻറ് രൂപം നൽകിയ വർഷം 1989. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോടെ അത് ഹരിയാനയിലാണ് ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണിത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. അതായത് നമ്മുടെ രാജ്യത്തെ ഈ ഊർജ്ജ ഉൽപ്പാദന മേഖലയിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് ഫണ്ട് അലോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് രൂപം നൽകിയത് 1986 എന്ന് പറഞ്ഞ് 1986. അതിൻ്റെ ആസ്ഥാനയുടെ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഗ്രാമീണ മേഖലയിൽ എന്ത് ചെയ്യുക, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഭാഗമായിട്ട് ഫണ്ട് നൽകുന്ന സ്ഥാപനമാണിത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. അത് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട വർഷം 1969 എന്ന് പറഞ്ഞ് 1969 ആ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോടെ അത് ഇവിടെ ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. രൂപം നൽകിയ വർഷം 1969. പിന്നെ നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. എന്ന് പറഞ്ഞാൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ആ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1959. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട വർഷം 1959 അതിന് ഹെഡ് ക്വാർട്ടേഴ്സോടെ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡും നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിൽ മഹാരത്ന പദവി ലഭിച്ച മറ്റൊരു സ്ഥാപനമാണ്. അത് രൂപം നൽകിയ വർഷം 1959 അതിന് ഹെഡ് ക്വാർട്ടേഴ്സോടെ അസാമിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണിത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏവിയേഷൻ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. അത് രൂപം നൽകിയത് 1964. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും ഇപ്പം നിലവിൽ ഗവൺമെൻറ് മഹാരത്ന പദവിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതായത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കണ്ടല്ലോ, അത് നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് 1984 അതിന് ഹെഡ് ക്വാർട്ടേഴ്സോടെ അത് ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഹാരത്ന പദവി ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണെങ്കിൽ ആസ്ഥാനം ഡൽഹിയിലാണെങ്കിൽ അത് രൂപം നൽകിയ വർഷം 1984. അതും ഒരു സ്വതന്ത്ര അധികാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന
മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേട്ടോ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് മഹാരത്ന പദവി ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന വർഷം 1959. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാ? 1959 അതിൻ്റെ ആസ്ഥാനം ഇവിടെ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ഒരു മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനമാണ്. മറ്റൊരു പ്രധാന മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 1975 ഡൽഹി ആസ്ഥാനമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രാജ്യത്ത് നിലവിലെന്ന വർഷം 1975 അതിന് ഹെഡ് ക്വാർട്ടേഴ്സോടെ ഡൽഹിയിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മഹാരത്ന പദവി എന്ന് പറഞ്ഞാൽ ആ മഹാരത്ന പദവി അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരൊരു സ്വതന്ത്ര അധികാര സ്ഥാപനമായി മാറുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുക? തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ കമ്പനികൾക്കുണ്ടായിരിക്കും. അപ്പോൾ സർക്കാരിൻ്റെ അപ്രൂവൽ നേടാതെ തന്നെ ഈ മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്വതന്ത്രമായിട്ടുള്ള മറ്റു തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഈ കമ്പനികൾക്ക് സർക്കാർ കൊടുത്തിരിക്കും. പിന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനികളാണ് നവരത്ന കമ്പനികൾ, അതായത് നവരത്ന പദവി. ഇപ്പം നിലവിൽ നവരത്ന പദവി ലഭിച്ചാൽ മാത്രമേ എന്ത് മഹാരത്ന പദവി ലഭിക്കുകയുള്ളൂ. അപ്പോൾ മഹാരത്ന പദവിക്ക് തൊട്ട് താഴെയുള്ള പദവിയാണെന്ത്? നവരത്ന പദവി. നവരത്ന പദവി നമ്മുടെ രാജ്യത്ത് 26 സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് നവരത്ന പദവി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണ അധികാര പദവി നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പദവിയാണ് നവരത്ന പദവി. ഏത് പദവി പറഞ്ഞേ? നവരത്ന പദവി. അപ്പോൾ ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ടും നവരത്ന പദവി 2026 കണക്ക് പ്രകാരം 26 സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്ത് കൊടുത്തിട്ടുണ്ട്? നവരത്ന പദവി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിന്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നവരത്ന പദവി ലഭിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആ നവരത്ന കമ്പനി ഇതിനകം മിനിരത്ന പദവി നേടിയിരിക്കണം. മിനിരത്ന പദവി, അതായത് ആദ്യം ഒരു സ്ഥാപനം മിനിരത്ന പദവി ലഭിക്കും, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നവരത്ന പദവി, അത് കഴിഞ്ഞാൽ പിന്നെ മഹാരത്ന പദവിയാണ്. അപ്പോൾ ആ സ്ഥാപനം എന്തായിരിക്കണം? മിനിരത്ന പദവി നേടിയിരിക്കുന്ന സ്ഥാപനമായിരിക്കണം. എന്നാൽ മാത്രമേ നവരത്ന പദവി ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ മാനദണ്ഡം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം, അതായത് 5 വർഷം മുമ്പ് കഴിഞ്ഞ 5 വർഷത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സിസ്റ്റം പ്രകാരം വെരി ഗുഡ് റേറ്റിംഗിൽ 1ാം സ്ഥാനം നേടിയിരിക്കണം. അതായത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ വർഷം വരെ 5 വർഷം വരെ സ്വാഭാവികമായിട്ടും ആ കമ്പനിക്ക് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സിസ്റ്റം പ്രകാരം വെരി ഗുഡ് റേറ്റിംഗ് നേടിയിരിക്കണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ലഭിക്കും? നവരത്ന പദവി ലഭിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഈ നവരത്ന പദവി ലഭിക്കണമെങ്കിൽ ആ മിനിരത്ന പദവിയിൽ ഇരിക്കുന്ന സ്ഥാപനങ്ങൾക്കാണല്ലോ നവരത്ന പദവി കൊടുക്കാറുള്ളത്. അതായത് ആ സ്ഥാപനത്തിൻ്റെ മൊത്തം ആസ്തി ഉൽപ്പാദനത്തിലുള്ള വരുമാനം, മൊത്തം ആസ്തി ഉൽപ്പാദനത്തിലുള്ള വരുമാനവും ഓഹരി വരുമാനം, നെറ്റ് പ്രോഫിറ്റ് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. ഈ സ്ഥാപനങ്ങൾക്കാണ് ഗവൺമെൻറ് എന്ത് കൊടുക്കാറുള്ളത്? നവരത്ന പദവി കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനത്തിന് മിനിരത്ന പദവി ലഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന് നവരത്ന പദവി ലഭിക്കാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കമ്പനി ഇതിനകം മിനിരത്ന പദവി നേടിയിരിക്കണം. അത് ഫസ്റ്റ്. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സിസ്റ്റം പ്രകാരം വെരി ഗുഡ് റേറ്റിംഗ് നേടിയിരിക്കണം ആ സ്ഥാപനം. അതുപോലെ മൊത്തം ആസ്തി ഉൽപ്പാദനത്തിലുള്ള വരുമാനം, ഓഹരി വരുമാനം, നെറ്റ് പ്രോഫിറ്റ് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഗവൺമെൻറ് എന്ത് കൊടുക്കാറുള്ളത്? നവരത്ന പദവി കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ രാജ്യത്തെ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവി ഏതെന്ന് പറഞ്ഞു? അത് മഹാരത്ന പദവിയാണ്. മഹാരത്ന പദവി ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്ര അധികാര പദവി ലഭിക്കും. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള പദവിയാണിത് മിനിരത്ന പദവി. മിനിരത്ന പദവി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്ര അധികാര പദവി കൂടുതൽ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു പദവിയാണ് നവരത്ന പദവി.
അപ്പോൾ മിനിരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് എന്ത് ലഭിക്കാറുള്ളത്? നവരത്ന പദവി ലഭിക്കാറുള്ളത്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് പദവികൾ കൊടുക്കണമെങ്കിൽ ആദ്യമായി നേടേണ്ട പദവി ഏതാ? മിനിരത്ന പദവിയാണ്. ഏത് പദവി പറഞ്ഞേ? മിനിരത്ന പദവിയാണ്. പിന്നെ നമ്മുടെ ഈ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ട് വ്യാവസായികമായിട്ടുള്ള പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വ്യാവസായികമായിട്ടുള്ള തലസ്ഥാനമായിട്ട് എന്തിനെ പ്രഖ്യാപിച്ച്? മുംബൈയാണ് പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള തലസ്ഥാനം ഏതാ ചോദിക്കും? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വ്യാവസായികമായിട്ട് തലസ്ഥാനം ഏതാ? മുംബൈ ആണെങ്കിൽ ഇന്ത്യയുടെ വ്യാവസായികമായിട്ട് സംസ്ഥാനം എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക വ്യാവസായിക സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ടിട്ട് രാജ്യത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള സംസ്ഥാനം ഏതാ ചോദിക്കും? അതേത് പറഞ്ഞേ? മഹാരാഷ്ട്രയാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജംഷഡ്പൂർ. ആസൂത്രിത ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ആസൂത്രിത പ്ലാന്റ് ഇൻഡസ്ട്രിയൽ സിറ്റി, ആസൂത്രിതമായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലത അത് ജംഷഡ്പൂരാണ്. അപ്പോൾ പരീക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ആസൂത്രിത വ്യാവസായിക പട്ടണം ഏതാ ചോദിക്കും? അതേ പറഞ്ഞേ ജംഷഡ്പൂരാണ്. പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ജില്ല എറണാകുളം ജില്ല. അതുകൊണ്ടിട്ട് കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള ജില്ല എന്ന് പറഞ്ഞേ എറണാകുളം ജില്ലയാണ് കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള ജില്ല. മറ്റു കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള പട്ടണം, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ മേഖല വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരു പട്ടണമാണത് ആലുവ. അപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള പട്ടണം ഏതാ പറഞ്ഞേ? ആലുവയാണ് കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള പട്ടണം. അതുപോലെ കേരളത്തിന് വ്യാവസായിക ഗ്രാമമുണ്ട്. ആ വ്യാവസായികമായിട്ടുള്ള ഗ്രാമമായി പ്രഖ്യാപിച്ച എവിടെയാണ് ഗവൺമെൻറ്? കൊല്ലം ജില്ലയിലെ പന്മന. അപ്പോൾ കേരളത്തിന് വ്യാവസായിക ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാ പറഞ്ഞേ? കൊല്ലം ജില്ലയിലെ പന്മനയാണ് കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള ഗ്രാമം. അതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം, എക്കണോമിക്കൽ ക്യാപിറ്റൽ ഓഫ് കേരള, കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? കൊച്ചി. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയാണെങ്കിൽ കേരളത്തിന് വ്യാവസായികമായിട്ടുള്ള ജില്ല ഏതാ? എറണാകുളം ജില്ല. കേരളത്തിൻ്റെ വ്യാവസായികമായിട്ടുള്ള പട്ടണം എന്നറിയപ്പെടുന്ന ഏതാണ്? ആലുവയാണ്. പിന്നെ നമ്മുടെ ഈ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ വ്യാവസായികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഗവൺമെൻറ് 2005 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് എന്ന് പറഞ്ഞ സംഭവം എന്താ? 2005 പാർലമെൻറ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പാസ്സാക്കിയത്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാധാരണയായിട്ടുള്ള, അതായത് നോർമലായിട്ടുള്ള വാണിജ്യ നയങ്ങളുണ്ട്, രാജ്യത്തിൻ്റെ സാധാരണയായിട്ടുള്ള വാണിജ്യ വ്യാവസായിക നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാജ്യത്തെ പ്രത്യേക കയറ്റുമതിയും പ്രത്യേക നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കാനായി ഭൂമിശാസ്ത്രപരമായിട്ട് രൂപം നൽകിയിട്ടുള്ള മേഖലകൾക്ക് പറയുന്ന പേരാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. മനസ്സിലാകുന്നുണ്ടോ? 2005 പാർലമെൻറ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിയമം പാസ്സാക്കുന്നത്. അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ള രാജ്യത്തിന് വ്യാവസായികമായിട്ട് നയങ്ങളുണ്ട്, വാണിജ്യ നയങ്ങൾ. അതിനപ്പുറം നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായി രാജ്യത്തെ പ്രത്യേക കയറ്റുമതി, അതുപോലെ രാജ്യത്തെ ഓരോ പ്രദേശങ്ങളിലെ നിക്ഷേപങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് രൂപം നൽകിയിട്ടുള്ള മേഖലകളെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന മേഖലകൾക്ക് ഗവൺമെൻറ് ഇന്നും ടാക്സ് ഇളവ് കൊടുക്കാറുണ്ട്. അതുപോലെ അവിടെ എന്ത് ചെയ്യുക? വ്യാവസായികമായ നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വേഗം എന്ത് ചെയ്യുക? ലൈസൻസ് ലഭ്യമാക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക മേഖലകൾക്ക് പറയുന്ന പേരാണിത് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുകൊണ്ടിട്ട് സർക്കാരിനെന്ത് ചെയ്യും? അതിൻ്റെ ഭാഗമാണ് കൂടുതൽ പ്രോഫിറ്റ് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾക്കാണ് എന്ത് കൊടുക്കാറുള്ളത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ പദവി കൊടുക്കാറുള്ളത്. അപ്പോൾ രാജ്യത്ത് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിയമം പാസ്സാക്കിയ വർഷം ഏതാ പറഞ്ഞത്? 2005 പാർലമെൻറ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിയമം പാസ്സാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് 2026 പുതിയ കണക്ക് പ്രകാരം ഇപ്പം നിലവിൽ 368 എത്ര പറഞ്ഞേ? 368 സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഇന്ത്യ രാജ്യത്ത് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ 368 സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ഏറ്റവും കൂടുതൽ, ഏകദേശം 20ഓളം, ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സംസ്ഥാനം ഏതാ പറഞ്ഞേ? തമിഴ്നാട്. ഏതാ പറഞ്ഞേ? തമിഴ്നാട്. ഇപ്പം നിലവിൽ 40 മുകളിലോളം സ്പെഷ്യൽ എക്കണോമിക് സോണുകളായിട്ടുണ്ട് തമിഴ്നാട്. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ സംസ്ഥാനം ഏതാ പറഞ്ഞേ? തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ 368 സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. അങ്ങനെ നോട്ടിഫൈഡ് സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ എണ്ണം കേട്ടോ 368.
അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തമിഴ്നാടാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ആകെ എത്ര സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്? 19 സോൺ. എത്ര സോൺ പറഞ്ഞേ? 19 സോൺ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ എത്ര സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്? 19 സോണുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി 2005 ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് പ്രകാരം രാജ്യത്ത് ആദ്യമായിട്ട് നിലവിൽ വന്ന സ്പെഷ്യൽ എക്കണോമിക് സോണോടെ ഗുജറാത്തിലെ കാണ്ടിലയാണ്. കാണ്ടില തുറമുഖമുണ്ടല്ലോ അവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായി നിലവിൽ വന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ ഗുജറാത്തിലെ കാണ്ടിലയാണെങ്കിൽ ഇന്ത്യയിലെ സ്വതന്ത്ര വ്യാവസായിക മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏതാ? ഗുജറാത്തിലൂടെ കാണ്ടിലയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞേ ഗുജറാത്തിലെ കാണ്ടിലയാണ് ഇന്ത്യയിൽ ആദ്യ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് പുതിയ കണക്ക് പ്രകാരം, പുതിയ തീരുമാനപ്രകാരം രാജ്യത്ത് ഏറ്റവും വലിയൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏതാ? മുദ്ര സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഏതാ പറഞ്ഞേ? മുദ്ര സ്പെഷ്യൽ എക്കണോമിക് സോൺ ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മുദ്ര സ്പെഷ്യൽ എക്കണോമിക് സോണാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പിന്നെ ഈ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളെക്കുറിച്ചും വ്യാവസായികമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്ഥലങ്ങളെക്കുറിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്ന മഹാരത്ന പദവി, നവരത്ന പദവി, മിനിരത്ന പദവി എന്നിവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിൽ വ്യാവസായികമായിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല പദ്ധതികളും ഗവൺമെൻറ് പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവായിട്ട് നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സൽ ഫൈബർ ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ കയറ്റുമതി ഏറ്റവും കൂടുതൽ നടത്തുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സൽ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാ കോട്ടൺ ആണ്. അപ്പോൾ രാജ്യത്ത് വ്യാവസായികമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് യൂണിവേഴ്സൽ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാ കോട്ടൺ. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ, എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ. അപ്പോൾ രാജ്യത്ത് വ്യാവസായികമായിട്ടുള്ള ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാ ചണമാണ്, അല്ലെങ്കിൽ ജൂട്ടാണത് ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ. പിന്നെ നമ്മുടെ രാജ്യത്ത് വ്യാവസായിക ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ ഫൈബർ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി, എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫൈബർ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി ഏതാ? കയറാണ്. അപ്പോൾ ഗോൾഡൻ ഫൈബർ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നതാ കയറാണ് കേട്ടോ. അപ്പോൾ കയർ ഗോൾഡൻ ഫൈബർ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിലാണ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായിട്ട് ഈ കയർ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഡിസംബർ 5 നമ്മുടെ രാജ്യം എന്ത് ദിനമായി ആചരിക്കാറുണ്ട്? കയർ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ കയർ ദിനമായി ആചരിക്കുന്ന ഡിസംബർ 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത് വ്യാവസായികമായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില മേഖലയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്ത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോയുമായിട്ട് അടുത്തുള്ള ക്ലാസ്സിൽ വീണ്ടും കാണാം.